ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 44-ാം ദശകം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും നാമകരണവും ജാതക ഫല കഥനവും. അപ്പോൾ ഈ ഒരു ദശകത്തിൽ പ്രധാനമായിട്ട് ഭാരതീയ സംസ്കാരം, അതിൽ ഷോഡശ സംസ്കാരം എന്ന് പറയും. 16 കാര്യങ്ങളാണ് ഒരു കുഞ്ഞ് വയറ്റിൽ എന്താ പറയുക, ഗർഭാവസ്ഥയിൽ നിന്ന് മരണം വരെ, മരണാനന്തര ചടങ്ങുകൾ വരെ 16 കാര്യങ്ങളാണ്. അതായത് സീമന്തം, പുംസവനം, ഉപനയനം, പിന്നെ അതുപോലെ വിവാഹം, പിന്നെ മരണാനന്തര ചടങ്ങുകൾ, അതിൻ്റെ ഇടയിൽ നാമകരണം, അങ്ങനെ കുറേ നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. എന്നാലും ഈ 16 കാര്യങ്ങളൊന്നും നമ്മൾ അനുഷ്ഠിക്കാറില്ല. അപ്പോൾ നമുക്ക് ഇവിടെ മരണാനന്തര ചടങ്ങുകൾ വരെ ഈ 16 കാര്യങ്ങളിൽ വരും. അപ്പോൾ ഈ ദശകത്തിൽ ഗർഗമുനിയാണ് കൃഷ്ണനും ബലരാമനും പേരിടുന്നത്. അപ്പോൾ ഗർഗമുനി യാദവ കുലത്തിൻ്റെ ഗുരുവാണ്. അപ്പോൾ ഒരിക്കൽ ശ്രീകൃഷ്ണന് പേരിടാനായിട്ട് വീട്ടിലേക്ക് എത്തി. അപ്പോൾ വീട്ടിലുള്ളവരൊക്കെ ഒരുപാട് സന്തോഷിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് പേരിടുക എന്ന് ആലോചിച്ചു. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഭഗവാന് അനന്ത നാമങ്ങളാണുള്ളത്. സഹസ്രനാമം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിഷ്ണു സഹസ്രനാമം തന്നെ അറിയാം. അതും കൂടാതെ അനന്തനാമങ്ങളുള്ള ഭഗവാൻ എന്താണ് പേരിടുക? എന്നാൽ കൃഷ്ണൻ എന്ന പേര് ജഗത്തിൻ്റെ പാപങ്ങളെ എടുത്തു മാറ്റാൻ കഴിയുന്ന ആളായതുകൊണ്ട് കൃഷ്ണൻ എന്ന് പേര് കൊടുക്കാം. പിന്നെ ഭൂമിയുടെ ഭാരം ഇല്ലാതാക്കുന്നവൻ എന്നൊക്കെ അതിൻ്റെ അർത്ഥമുണ്ട് കൃഷ്ണൻ. അല്ലെങ്കിൽ കർഷണം ചെയ്യുന്നവൻ, എല്ലാത്തിനെയും തന്നിലേക്ക് ആകർഷിക്കുന്നവൻ എന്നുള്ള, എല്ലാവർക്കും ആകർഷണീയനായിട്ടുള്ളവൻ, ആ ഒരു അർത്ഥവുമുണ്ട്. പിന്നെ കറുപ്പ് നിറമുള്ളത് കൊണ്ട് കൃഷ്ണൻ എന്നുള്ള അർത്ഥം. കൃഷ്ണ എന്ന് പറഞ്ഞാൽ കറുപ്പ് നിറം. അത് പറയുന്നത് വാസുദേവനെ ഉപാസിച്ചത് കൊണ്ടാണ് അത്രേ കൃഷ്ണന് കറുപ്പ് നിറം ഉണ്ടായത് എന്നാണ് പറയുന്നത്. പിന്നെ വസുദേവൻ്റെ പുത്രനായതുകൊണ്ട് വാസുദേവൻ എന്നും പേര് പറയുന്നു. അപ്പോൾ ഗർഗമുനി കൃഷ്ണൻ എന്ന പേരാണ് ഭഗവാന് ഇട്ടത്. അതായത് ജഗത്തിൻ്റെ പാപങ്ങളെ ഇല്ലാതെയാക്കുന്നു, കർഷണം ചെയ്യുന്നു, എടുത്തു മാറ്റുന്നു, ഭൂമിയുടെ ഭാരം തീർക്കുന്നു അതിലൂടെ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. പിന്നെ അപ്പോൾ ഗർഗമുനി അതിൻ്റെ കൂടെ തന്നെ ബലരാമനും പേര് ഇടുന്നു. ബലമുള്ളത് കൊണ്ട് ബലരാമൻ, പിന്നെ എല്ലാവരെയും രമിപ്പിക്കുന്നതുകൊണ്ട് രാമൻ എന്നും അതിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ സംഘർഷണൻ എന്നും ബലരാമന് പേരുണ്ട്. അതായത് യാദവ കുലത്തിലെ എല്ലാ കലഹങ്ങളിലും എല്ലാവരെയും ഒന്നിപ്പിച്ച് നിർത്തുന്ന ആളായതുകൊണ്ട് സംഘർഷണൻ എന്ന പേരുമുണ്ട്. പിന്നെ ഗർഗമുനി അതിൻ്റെ കൂടെ ജാതക ഫല കഥനവും കൂടെ നടത്തുന്നുണ്ട്. അതായത് പറയുന്നത് ഇവൻ കൃഷ്ണൻ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന ആളായിട്ട് മാറും. മാത്രമല്ല അവൻ ലോക പ്രശസ്തനാവുമെന്നും അച്ഛനും അമ്മയ്ക്കും തന്നെ അവരെ മോക്ഷത്തിലേക്ക് നയിക്കുമെന്നും പ്രവചിച്ചു. പിന്നെ അങ്ങനെയുള്ള ആ ഭഗവാനോട് ഭട്ടതിരിപ്പാടും പറയുന്നു, എന്നെ വാതരോഗത്തിൽ നിന്ന് എനിക്ക് ശമനം നൽകണേ, എന്നെ രക്ഷിക്കണേ ഭഗവാനെ ഗുരുവായൂരപ്പ എന്ന്. അപ്പോൾ ഒന്ന് വായിക്കാം. 44-ാം ദശകം നാമകരണവും ജാതക ഫല കഥനവും. ധ്യാനം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാദമഹം വന്ദേ പരമാനന്ദമാധവം. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഗണേശായ നമഃ. സരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഗൂഢം വാസുദേവഗിരാ കർത്തും തേ നിഷ്ക്രിയസ്യ സംസ്കാരാൻ ഹൃദ്ഗത ഹോരാ തത്വാ ഗർഗമുനിസ്ത്വദ്ഗൃഹം വിഭോ ഗതവാൻ. നന്ദോധ നന്ദിതാത്മാ വൃദ്ധിഷ്ടം മാനയന്നമം യമിനാം
യദുവംശാചാര്യത്വാത് സുനിഭൃതം ഇതമാര്യകാര്യം ഇതി കഥയൻ ഗർഗോ നിർഗതപുളകചക്രേ തവ സാ അഗ്രജസ്യ നാമാനി കഥമസ്യ നാമ കുർവേ സഹസ്രനാംനോ ഹി അനന്തനാംനോ വാ ഇതി നൂനം ഗർഗമുനി ചക്രേ തവ നാമരഹസ്യ വിഭോ കൃഷിധാതുണകാരാഭ്യാം സത്താനന്ദാത്മതാം കിലാഭിലഭത് ജഗത് അഘ കർഷിത്വം വാ കഥയദൃശി കൃഷ്ണനാമ തേ വ്യതനോത് അന്യാൻശ്ച നാമഭേദാൻ വ്യാകുർവൻ അഗ്രജേ ച രാമാദീൻ അതിമാനുഷാനുഭാവം ന്യഗദത്വാം അപ്രകാശയൻ പിത്രേ സ്നിഹ്യതി യസ്തവ പുത്രേ മുഹ്യതി സന മായികൈ പുനഃശോകൈ ദ്രുഹ്യതി യസ തുനശ്യേ ദിത്യവദത്തേ മഹത്വം ഋഷിവര്യഃ ജേഷ്യതി ബഹുധരദൈത്യാന്വേഷ്യതി നിജബന്ധുലോകമമലപദം ശ്രോഷ്യതി സുവിമലകീർത്തിർ അസ്യേതി ഭവദ്വിഭൂതിം ഋഷിരുജേ അമുനൈവ സർവദുർഗം തരിതാസ്തകൃതാസ്തം അത്ര തിഷ്ടധ്വം ഹരിർ ഏവേത്യൻ അഭിലപൻ ഇന്നിത്യാദി ത്വാം അവർണയത് സ മുനിഃ ഗർഗേത നിർഗതേ അസ്മിൻ നന്ദാതിനന്ദ്യമാനസ്ത്വം മദ്ഗതമുദ്ഗതകരുണോ നിർഗമയ ശ്രീമരുത്പുരാധീശ. ഓം തത്സത്. ഈ ഒരു ദശകം 44 നാമകരണവും ജാതക ഫലകഥനവും ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. ഓം തത്സത്. നാരായണ 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 നാരായണ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമ്യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഓം അജ്ഞാത്വാ തേ മഹത്വം യതികനിഗദിതം വിശ്വനാഥക്ഷമേധാ ശ്രോത്രം ചേത സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാത് ദ്വേദാ നാരായണീയം ശ്രുതിഷു ജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരൈർദമഃ ഗുരുതാമായുരാരോഗ്യസൗഖ്യം. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. ഈ ദശകം ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഓം തത്സത്. ഹരേ